നമസ്കാരം. ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇത്രയും കാലമൊക്കെ ജനസംഖ്യയിൽ ഇന്ത്യക്ക് മുന്നിൽ ചൈനയുണ്ടായിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 142.86 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് ചൈനയുടെ ജനസംഖ്യ 142.57 കോടിയാണ്. സമാധാനമായല്ലോ. ഇനി PSC പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഈ കണക്ക് തെറ്റിപ്പോകരുത്. ഈ കണക്ക് വെച്ചുള്ള ഒരു കളിയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ. വടക്കേ മലബാറിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തികളിൽ എവിടെയോ ഉള്ള ഒരു ഉൾനാടൻ ഗ്രാമം, അച്ചാന്തുരുത്തി എന്ന ഒരു തുരുത്ത്. കവായി കായൽ തീരത്തുള്ള ആ പേരിലുള്ള മനോഹരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ കഥ വിടരുന്നത്, വിരിയുന്നത്. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? പ്രധാന പ്രത്യേകത അവിടെയാണ് മീനൂട്ടിക്കാവിലമ്മയുടെ ക്ഷേത്രം. എന്താണ് ക്ഷേത്രത്തിനുള്ള പ്രത്യേകത? ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ആ ക്ഷേത്രം ഒരു ആശ്രയ കേന്ദ്രമാണ്. നിരവധി ചികിത്സകൾ കൊണ്ട് മടുത്ത് ഒടുവിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സന്താനഭാഗ്യമില്ലാത്ത ഒട്ടനവധി പേര് ഇവിടെ എത്തി ഇവിടുത്തെ പൂജയും വഴിപാടുകളും ക്രമപ്രകാരം ചെയ്താൽ അതിന് ഫലസിദ്ധി ഉണ്ടാകും, ഗുണമുണ്ടാകും. ഇതൊക്കെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ മീനൂട്ടിക്കാവിലേക്ക് ഓരോ ദിവസവും പ്രവഹിക്കുന്നുണ്ട്. ആ കാവും ആ പരിസരവും അവിടുത്തെ ആചാരങ്ങളും വഴിപാടുകളും പൂജാവിധിയുമെല്ലാം എനിക്ക് നന്നായിട്ട് ബോധിച്ചു. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്ന ചൂണ്ട, ഈ മീനെ പിടിക്കുന്ന ചൂണ്ടയില്ലേ, ആ ചൂണ്ടയുമായി കായലിന്റെ അരികിൽ പോയിരുന്ന് മീൻ പിടിക്കണം. ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല, കായലിന്റെ ഓരത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. മീൻ പിടിച്ച് അത് വെട്ടിക്കഴുകി വൃത്തിയാക്കി ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അത് പാചകം ചെയ്ത് പ്രസാദമായി ദേവിക്ക് സമർപ്പിക്കണം. വിചിത്രമായൊരു വഴിപാട് തന്നെയാണല്ലേ? സമ്മതിക്കണം, സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. കാരണം ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് എഴുത്തുകാരനായ നിസാം റാവുത്തരാണ്. വളരെ വേദനയോടെ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ഹൃദയാഘാതം മൂലം അന്തരിച്ചു. അദ്ദേഹത്തിന് കഷ്ടിച്ചൊരു 50 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. തിരക്കഥാകൃത്തും ഡോക്യുമെന്ററിയുടെയൊക്കെ സംവിധായകനും നല്ലൊരു എഴുത്തുകാരനുമെല്ലാമായിരുന്നു നിസാം റാവുത്തർ. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ആലപ്പുഴ ജില്ലയിൽ നൂർനാട് പഴകുളമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. പത്തനംതിട്ട കടമ്മനിട്ടയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം. മരിക്കുന്ന സമയത്ത് പലതവണ ഇദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനും സാഹിത്യത്തെ പറ്റിയും സിനിമയെ പറ്റിയും എല്ലാം ചർച്ച ചെയ്യാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. സക്കറിയയുടെ ഗർഭിണികൾ, ബോംബെ മുട്ടായി, റേഡിയോ തുടങ്ങിയ ഈ സിനിമകളുടെയൊക്കെ കഥയും തിരക്കഥയും സംഭാഷണവും ആ വിഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി നോവലുകളും കഥകളുമൊക്കെ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഈ പത്തനംതിട്ടയിൽ, അതായത് ഈ കടമ്മനിട്ടയിൽ എത്തുന്നതിന് മുൻപ് കാസർഗോട്ടായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിലൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു നിസാം റാവുത്തർ. ഈ സിനിമയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം എൻഡോസൾഫാൻ പ്രശ്നങ്ങൾ കൂടി ഈ സിനിമയിൽ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വേർപാട് മലയാള സിനിമയ്ക്കും മലയാള സാഹിത്യത്തിനും ഒരു വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഞാൻ പറഞ്ഞത്, ഈ സിനിമയിൽ ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു വിവാദമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അത്. അങ്ങനെ മീൻ പിടിച്ച് പാചകം ചെയ്ത് പ്രസാദമായി സമർപ്പിക്കുന്ന ക്ഷേത്രം എവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കാം. എന്നാൽ ഒത്തിരി വ്യത്യസ്തമായ ആചാരങ്ങളും ശീലങ്ങളുമുള്ള നാടാണ് നമ്മളുടെ ഭാരതം എന്ന് ഓർക്കണം. എന്നാൽ ഈ സിനിമയിൽ അതൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് പോലെയല്ല എഴുതി വെച്ചതും ചിത്രീകരിച്ചതും. എനിക്ക് തോന്നിയത്, ഒരു വിശ്വാസിക്ക് കൂടുതൽ വിശ്വാസം തോന്നുന്ന നിലയിലാണ് വിശ്വാസത്തെ ഈ സിനിമ ആദരിച്ചത്. ഈ മീനൂട്ടിക്കാവിലമ്മയുടെ സന്നിധിയിൽ നടക്കുന്നത് വെറും ഒരു വിശ്വാസം മാത്രമാണെന്നും എന്നാൽ ശാസ്ത്രം അതല്ല എന്നും ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ
ആ വിശ്വാസത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ അതിന് ശാസ്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അതിൽ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ കച്ചിത്തുരുമ്പാണ് ഈ മീനൂട്ടിക്കാവിലമ്മ. അതുകൊണ്ടാണ് ജനം അവിടേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ അതിന്റെ ഫലത്തെപ്പറ്റിയോ ഗുണത്തെപ്പറ്റിയോ എന്തെങ്കിലും സംശയം തോന്നാനോ അതിൽ ആശങ്കപ്പെടാനോ തൽക്കാലം അവർ മെനക്കെടാറില്ല. ഈ ക്ഷേത്രവും അവിടുത്തെ നടപടിക്രമങ്ങളും ഒരു അല്പം സറ്റയർ സ്വഭാവമുള്ള രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സിനിമ ഒരിടത്തു പോലും അത് സമ്മതിച്ചു തരുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ സിനിമയിൽ കൊണ്ടുവരികയും അതൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ അവസാനം ഒരു ശ്രമം നടത്തുകയും അത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളും ഉഡായിപ്പും എല്ലാമാക്കി മാറ്റുകയും ചെയ്ത് ഒരു ആകെ മൊത്തം കോമഡിയാക്കി ഒരു വലിയ സന്ദേശമൊക്കെ നൽകി അവസാനിപ്പിക്കുകയാണ് പതിവ്. നന്ദനം എന്ന സിനിമയിലെ പാലാരിവട്ടം ശശി അതിനൊരു ബെഞ്ച് മാർക്കാണ്. എന്നാൽ ഈ സിനിമയിൽ ആ വിശ്വാസത്തെ ആദരവോടെയാണ് കാണുന്നത് എന്ന ചില സൂചനകൾ പോലും നൽകുന്ന രംഗങ്ങളുണ്ട്. ഞാനതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് രസച്ചരട് മുറിയാതെ ആസ്വദിക്കാൻ അത് ഒരു തടസ്സമാകും എന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ ക്ഷേത്രവും അവിടുത്തെ സമ്പ്രദായവും ഈ സിനിമയിൽ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അച്ചാന്തുരുത്തി എന്ന ഗ്രാമത്തിലെ വിവിധ സ്വഭാവക്കാരായ നാട്ടുകാർക്കിടയിൽ പെയിന്റിംഗ് ജോലി ചെയ്യുന്ന പ്രദീപന്റെ ഭാര്യ, 4 ആൺമക്കൾ, ഒപ്പം പ്രദീപന്റെ വല്യമ്മയും. സംതൃപ്തമായ കുടുംബം. ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രദീപന് 4 ആൺമക്കളാണ്. മൂക്കത്ത് കൈവെക്കണ്ട. ജനസംഖ്യാ പെരുപ്പത്തിൽ ചൈനയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് 1-ാം സ്ഥാനം നേടിക്കൊടുക്കാൻ വേണ്ടി മുണ്ടും മുറുക്കി കൊടുത്ത് ഇറങ്ങിയതല്ല പ്രദീപൻ. ഓരോ തവണയും ഒരു പെൺകുഞ്ഞായിരിക്കും എന്ന് ആഗ്രഹിച്ചും വിശ്വസിച്ചും അല്പം റൊമാൻറ്റിക്കായി മുന്നോട്ട് പോയപ്പോൾ കണക്കില്ലാതെ സംഭവിച്ചു പോയതാണ്. നിങ്ങൾ പ്രദീപനോട് തൽക്കാലം പൊറുക്കണം. കൗവായിക്കായലിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് പാചകം ചെയ്ത് മീനൂട്ടിക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കാതെ തന്നെ നമ്മുടെ പ്രദീപന് സന്താന ഭാഗ്യം 2 കൈയും നീട്ടി അനുഗ്രഹിച്ച് മീനൂട്ടിക്കാവിലമ്മ നൽകിയിട്ടുണ്ട് എന്നാണ് അച്ചാന്തുരുത്തിക്കാർ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. അതാണ് ഈ സിനിമയുടെ മറ്റൊരു വശം. ഈ 2 വശങ്ങളും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. സന്താന ഭാഗ്യമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ മീനൂട്ടിക്കാവിലമ്മയ്ക്ക് നേർച്ചയും വഴിപാടും നടത്തി തെക്കു വടക്ക് നടക്കുമ്പോൾ നമ്മുടെ പ്രദീപന് സന്താന ഭാഗ്യത്തിന്റെ തുലാവർഷം. പ്രദീപന്റെ അയൽവാസിയും അടുത്ത സ്നേഹിതനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയും തൊഴിൽ രഹിതനുമായ സുഭാഷ്, അച്ചാന്തുരുത്തിയിലെ ഡിഗ്രിക്കാരിയും തൊഴിൽ രഹിതയും സുന്ദരിയുമായ ദിവ്യ, ഇവർ തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ടില്ല കേട്ടോ, പ്രണയം തുടങ്ങുകയാണ്. അതിന്റെ തുടക്കം ആരംഭിക്കുന്നത് ദിവ്യയ്ക്ക് ആശാവർക്കറായി നിയമനം ലഭിക്കുമ്പോഴാണ്. പരസ്പരം പറയാതെ അവർക്കിടയിൽ പ്രണയം വളരുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ. അത് ഒരു വഴിക്ക്. അങ്ങനെ അച്ചാന്തുരുത്തി, മീനൂട്ടിക്കാവിലമ്മ, പ്രദീപനും 4 മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും, സുഭാഷും ദിവ്യയും അവരുടെ പ്രണയവും, പിന്നെ ആ നാട്ടിലെ സകലമാന ആശാവർക്കർ പരിവാരങ്ങൾ, ആ പരിവാരങ്ങളിൽ നാളത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതീക്ഷയോടെ കാണുന്ന വിപ്ലവ പാർട്ടി, പിന്നെ കുടുംബശ്രീ പ്രവർത്തകർ, അച്ചാന്തുരുത്തി കേന്ദ്രമാക്കി ടൂറിസം സാധ്യത തേടി നടക്കുന്ന ന്യൂ ജനറേഷൻ കോലങ്ങൾ, വിശ്വാസവും ആചാരവും വിൽപ്പനയ്ക്ക് വെച്ച് ഫലം കുപ്പിയിലാക്കി വിറ്റ് ജീവിക്കുന്ന ഭക്തരുടെ ഒരു കൂട്ടം. അങ്ങനെ നിരവധി ലിങ്കുകൾ തുറന്നിടുന്നു ഈ സിനിമയിലൂടെ, അതിന്റെ 1-ാം പകുതിയിലൂടെ. ഈ 1-ാം പകുതി കാണുമ്പോൾ സിനിമ സത്യത്തിൽ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നാം. മാത്രമല്ല ഈ ലിങ്കുകൾ എങ്ങനെയായിരിക്കും കൂട്ടിച്ചേർക്കുക എന്നൊരു സംശയവും നമുക്കുണ്ടാകും. നമ്മുടെ ആ സംശയത്തിന്റെ ഇടയിലാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ജനസംഖ്യ പ്രശ്നവുമായി ആരോഗ്യ പ്രവർത്തകർ അച്ചാന്തുരത്തിൽ സജീവമാകുന്നത്. കുതിച്ചുയരുന്ന ജനസംഖ്യ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണ്. അത് പിടിച്ചു നിർത്താൻ സർക്കാർ കാണുന്ന ഏക മാർഗം പുരുഷ വന്ധ്യംകരണ പദ്ധതിയാണ്. ആ പദ്ധതി അച്ചാന്തുരുത്തിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ആശാവർക്കറായ ദിവ്യയ്ക്കുള്ളതാണ്. പുരുഷ വന്ധ്യംകരണ പദ്ധതിക്ക് ആവശ്യമായ ഒരാളിനെ അത് സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദിവ്യയിൽ വന്നു ചേരുന്നു. ദിവ്യ ദിവസങ്ങളോളം
പല ശ്രമങ്ങളും നടത്തി, ഫലമുണ്ടായില്ല. ഒടുവിൽ ദിവ്യയുടെ കാമുകനും പ്രദീപന്റെ അടുത്ത സ്നേഹിതനുമായ സുഭാഷ് ഒരു വഴി കണ്ടെത്തുന്നു. ആ വഴിയാണ് പിന്നീട് സിനിമയെ അടിമുടി മാറ്റിമറിക്കുന്നത്, നമ്മുടെ പ്രതീക്ഷകളെ പോലും തകിടം മറിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ മുഴുവൻ ലിങ്കുകളും പരസ്പരം ബന്ധപ്പെടുത്തി സിനിമ പിന്നീട് മറ്റൊരു ഭാവത്തിലേക്കും തലത്തിലേക്കും മാറുകയാണ്. ഇവിടെ വരെ മാത്രമേ ഞാൻ പറയൂ, ഇതിനപ്പുറം ഞാൻ പോകില്ല. പോയാൽ അത് ശരിയാകില്ല. ഈ കുഞ്ഞു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കണം. വമ്പൻ താരങ്ങളൊന്നുമില്ലാതെ, വലിയ വീരവാദങ്ങളൊന്നുമില്ലാതെ ഇന്നുവരെ മലയാള സിനിമ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയവുമായിട്ടാണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നിരവധി പ്രത്യേകതകളും ബ്രില്യൻസും ഉള്ളതാണ് ഈ സിനിമയുടെ തിരക്കഥ. ആ തിരക്കഥയുടെ പ്രാധാന്യം ഒരിടത്ത് പോലും താഴെ പോകാതെ ശ്രദ്ധിച്ചുകൊണ്ട് സംവിധായകൻ ഈ സിനിമ ചെയ്തു. അഭിനയിച്ചവരുടെ എല്ലാവരുടെയും പേരുകളൊന്നും സൂചിപ്പിക്കാൻ പ്രയാസമാണ്. ചലച്ചിത്ര സംവിധായകനായ ലാൽ ജോസ് ആണ് അഭിനയിച്ചവരിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മുഖം. ദാസേട്ടൻ എന്ന ഒരു കഥാപാത്രത്തെയാണ് ലാൽ ജോസ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു സൂത്രധാരനും സിനിമയുടെ വഴിത്തിരിവുകളിലൊക്കെ അത് നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ലാൽ ജോസ് നിൽക്കുന്നത്. തലയും വാലും ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രം. ചില സാമൂഹ്യ പ്രവർത്തനങ്ങളും എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ കുറച്ച് സേവനങ്ങളും പിന്നെ പൊതു താൽപര്യ ഹർജികളിലൂടെ കോടതി വ്യവഹാരങ്ങളുമൊക്കെയായി കഴിയുന്ന ഒരു കഥാപാത്രം. നമുക്ക് പരിചയമുള്ള ഒരാൾ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ലാൽ ജോസ് ആ വേഷം ചെയ്തു. ഒരുപക്ഷെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തിന്റെ ആത്മാവ് പേറുന്ന കഥാപാത്രമായിരിക്കാം ഈ ദാസേട്ടൻ. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തറുടെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം കഥയും തിരക്കഥയുമാക്കിയത്. അതിൽ അദ്ദേഹം തന്നെ ഒരു കഥാപാത്രവുമാണ് എന്നതാണ് കൗതുകം. ഒരു സർക്കാർ പദ്ധതിയുടെ ഫലവും പാളിച്ചയും ഒരു പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ സൂക്ഷ്മമായ ഒരു അന്വേഷണം കൂടിയാണ് ഈ സിനിമ. താൻ കൂടി ഭാഗമാകുന്ന ഒരു സിസ്റ്റം കാണിക്കുന്ന അശ്രദ്ധ ആരുടെയെല്ലാം ജീവിതത്തെ ബാധിക്കുന്നുവെന്നും അത് പൊട്ടിയും ചീറ്റിയും ഒടുവിൽ കത്തിക്കയറി എവിടെയെല്ലാം എത്തുന്നുവെന്നും എന്തെല്ലാം നശിപ്പിക്കുന്നുവെന്നും ഈ സിനിമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രദീപൻ എന്ന വേഷം ചെയ്ത സുബീഷ് സുധി എന്ന നടനെ പറ്റിയാണ്. നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ കയറിയ ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജാതകം ഈ സിനിമ മാറ്റി എഴുതിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പച്ചയായി തന്നെ പ്രദീപനെ സുധി അവതരിപ്പിച്ചു. രണ്ടാമത് പറയാനുള്ളത് പ്രദീപന്റെ ഭാര്യയായി അഭിനയിച്ച ഷെല്ലി കിഷോർ എന്ന നടി. നമ്മുടെ മിന്നൽ മുരളി സിനിമയിലെ ഉഷ എന്ന കഥാപാത്രം അവതരിപ്പിച്ച നടിയാണവർ. മനോഹരമായി അവർ ആ ശ്യാമയെ ജീവനോടെ അവതരിപ്പിച്ചു. ആ കഥാപാത്രം കടന്നു പോകുന്ന നിരവധി പ്രതലങ്ങളിലെല്ലാം ആ പ്രതലം അറിഞ്ഞുള്ള ചലനവും ഭാവവും എല്ലാം നൽകി പ്രേക്ഷകരുടെ മനസ്സിൽ ഉറപ്പിച്ചു. നമ്മുടെ കണ്ണ് നനയിക്കുന്ന ചില രംഗങ്ങൾ ബോധപൂർവം അല്ലാതെ തന്നെ ഈ സിനിമയിൽ കയറി വരുന്നത് മനസ്സിലാക്കി ആ രംഗങ്ങളിൽ ഷെല്ലി ഭാഗമാകുന്നുണ്ട് മനോഹരമായി. അജു വർഗീസ്, ജാഫർ ഇടുക്കി, ഹരീഷ് കണാരൻ, വിനീത് വാസുദേവൻ, ജോയ് എബ്രഹാം എന്നിവരാണ് മറ്റ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ മനസ്സറിഞ്ഞ് തന്നെ എല്ലാവരും വേഷം ചെയ്തു. ഈ സിനിമയുടെ ആദ്യത്തെ പേര് ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. ആ പേരിൽ സെൻസർ ബോർഡ് ഒരു ആശങ്ക രേഖപ്പെടുത്തി. സെൻസർ ബോർഡ് കരുതിയത് ഈ സിനിമ ഒരു രാഷ്ട്രീയ സിനിമയാണ് എന്നാണ്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആശങ്ക മാറി. എന്നാലും ഭാരത് എന്ന് ഉപയോഗിക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന് സെൻസർ ബോർഡ് തീർത്തു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് ഒഴിവാക്കി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പേരാക്കിയത്. എന്തിനാണ് ഭാരത് എടുത്തുമാറ്റിയത് എന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഉൽപ്പന്നം ഒരു ഉഗ്രൻ ഭാരത് സർക്കാർ ഉൽപ്പന്നം തന്നെയല്ലേ എന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കും തോന്നി. ഉറപ്പായും നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹാദരം.